ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് മുട്ട കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. ഇഫ്താറിനൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വെക്കുക. അത് കൂടാതെ നമ്മൾ ഇനി വ്ളോഗും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടോക്സ് എന്നുള്ള പേരിലൊരു ചാനൽ കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ആ ഒരു ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടി ഞാനിവിടെ 5 കോഴിമുട്ട നന്നായിട്ട് തന്നെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം ഇതുപോലെ നമ്മളിതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതുപോലുള്ള ഒരു ഗ്രേറ്റർ ഇല്ല എങ്കിൽ കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതി. നമ്മൾ എടുത്തിട്ടുള്ള 5 കോഴിമുട്ടയും ഇതേ രീതിയിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു ഭാഗത്ത് മാറ്റി വെക്കുകയാണ്. ഇതുപോലുള്ള ഒരു പാൻ എടുത്തിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് അത്യാവശ്യം 2 വലിയ സവാള നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കുക. അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. ഇതിപ്പോൾ ഞാൻ ചോപ്പറിൽ ചേർത്തിട്ട് അങ്ങനെ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അതല്ലെങ്കിൽ വളരെ ഫൈനായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതി. സവാള അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും കൂടെ ഒരു പച്ചമുളകും കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് നമ്മുടെ എരിവിന് വേണ്ടിയിട്ട് എത്ര വേണോ അതിനനുസരിച്ചിട്ടുള്ളത് എടുക്കാം. ഞാനിപ്പോൾ 1 മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. എരിവ് വേണ്ടവർക്ക് നോർമലായിട്ടുള്ള മുളക് പൊടി എടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ക്യുമിൻ പൗഡർ ചേർക്കുന്നുണ്ട്. അതായത് നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ജീരകം നമ്മളൊന്ന് ചൂടാക്കി എടുത്ത് പൊടിച്ചെടുത്തുള്ളതാണ്. അപ്പോൾ ഇത്രയും മസാലപ്പൊടികൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ല പോലെ തന്നെ വഴറ്റിയിട്ട് എടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് നല്ല പോലെ തന്നെ വേവിച്ച് ഉടച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വേവിച്ചെടുത്താൽ മതി ഉരുളക്കിഴങ്ങ്. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഒരു പിടി കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കറിവേപ്പിലക്ക് പകരമായിട്ട് നമ്മുടെ മല്ലിയില വേണേലും ചേർത്ത് കൊടുക്കാം. അതിൽ രണ്ടും ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചേർത്തിട്ട് വീണ്ടും നല്ല പോലെ തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയാണ്. അതുകൂടെ ചേർത്തിട്ട് വളരെ പതിയെ ഇതിനൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള മുട്ട കൂടെ ചേർത്തിട്ട് പിന്നെ ഒത്തിരി അങ്ങോട്ട് കുത്തി ഇളക്കിയിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ അത് ഒന്നും കൂടെ നന്നായിട്ട് പൊടിയായിട്ട് പോകും. അപ്പോൾ നമുക്കതിങ്ങനെ കഴിക്കുന്ന സമയത്ത് മുട്ട ഇങ്ങനെ പീസസ് ഒന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചേർത്തിട്ട് വളരെ പതിയെ അതൊന്നൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇത് കൂടെ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചൂടൊക്കെ പോയതിന് ശേഷമാണ് ഇനി നമ്മളിത് കയ്യിൽ വെച്ചിട്ട് ഷേപ്പ് ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നോക്കുമ്പോൾ ഇതിൽ കുറച്ചിങ്ങനെ കൂടുതലായിട്ട് എന്താ പറയുക ഒരു മോയ്സ്ചർ ഉള്ള പോലെ തോന്നും, ഒരു ഈർപ്പുള്ളത് പോലെ തോന്നും. അപ്പോൾ നമുക്ക് അങ്ങനെ കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ തന്നെ അതിലേക്ക് കുറച്ച് ബ്രെഡ് പൊടിച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അതെല്ലാം നമ്മളിത് ഇങ്ങനെ കുറച്ച് സമയം വെച്ചിട്ട് ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം നോക്കുമ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ പൊടി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ എടുക്കണം. അപ്പോൾ അതൊന്ന് റെഡിയാക്കിയിട്ട് വെക്കണം. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുക്കുക. 2 കയ്യിലും ഇതൊന്ന് ഷേപ്പ് ആക്കുന്നതിന് മുന്നേ ഒന്ന് ഓയിലാക്കി കൊടുക്കുക, നമ്മുടെ കയ്യിൽ ഇങ്ങനെ സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിതിങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കിതിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ലൂസി ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ മാത്രം ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം ബ്രെഡ് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അതങ്ങനെ ലൂസായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അതല്ല കുറച്ച് ടൈറ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂണോളം ബ്രെഡ് പൊടിച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നമുക്കിതിങ്ങനെ ഉരുട്ടി എടുക്കുന്ന സമയത്ത് നല്ലൊരു പെർഫെക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു പോർഷൻ എടുത്തിട്ട് സാധാരണ നമ്മൾ കട്ട്ലറ്റൊക്കെ ചെയ്യുന്ന രീതിയിൽ ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. അതല്ല ഇനി നമുക്കിങ്ങനെ ബോൾസ് ആയിട്ട് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് ഏത് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും ഇതാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പിനാണ് ആക്കിയിട്ട് എടുക്കുന്നത്.
അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത എല്ലാം വെച്ചിട്ട് ഞാനിവിടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ ഒരു മിക്സിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസിൽ ഇതിനെ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മുട്ട അടിച്ചെടുത്ത് അതിൽ ഡിപ്പ് ചെയ്തതിന് പകരമാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു കോൺഫ്ലവറിൻ്റെ ഈ ഒരു മിക്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് താല്പര്യമില്ല അല്ലെങ്കിൽ കോൺഫ്ലവർ കയ്യിലില്ലെങ്കിൽ ഒരു മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. അതിന് പകരമായിട്ടാണ് ഇപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. ഇതേ രീതിയിൽ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ എഗ്ഗിൻ്റെ കട്ട്ലറ്റും ഇതുപോലെ നമ്മൾ ഇതിനകത്ത് മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് എല്ലാ വശവും ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് വളരെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കാരണം ഇതിനകത്തുള്ള എല്ലാം കുക്കായിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഒരുപാടൊന്നും ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് മുങ്ങി പൊരിക്കുന്ന രീതിയിലല്ല, എങ്കിലും കുറച്ചധികം തന്നെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ കട്ട്ലറ്റൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഓയിൽ ചൂടായിട്ട് വരുമ്പം ഓരോന്നായിട്ട് ഇതിനകത്തിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് ഓയിലിന് അത്യാവശ്യം ചൂട് വേണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഓയിൽ കുടിക്കും ഇതിനകത്തേക്ക്. അപ്പോൾ അത്യാവശ്യം ചൂടോട് കൂടിയിട്ടുള്ള ഓയിൽ തന്നെ ഇട്ടിട്ട് പെട്ടെന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. ഇത് ആദ്യത്തെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളതും കൂടെ ഇതേ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഓയിലിൽ ഫ്രൈ ചെയ്യാൻ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഓയിൽ മാത്രം ചേർത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് അങ്ങനെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന രീതിയിൽ ചെയ്താലും മതി കേട്ടോ. അപ്പം അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള എഗ്ഗ് കട്ട്ലറ്റാണ് ഇത് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഐറ്റംസ് മാത്രമേ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്